ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ അതിലൊക്കെ കുറച്ച് എണ്ണയാക്കി കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ എണ്ണയാക്കി കൊടുത്താൽ ഇഡ്ഡലി നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തുള്ളി എണ്ണയാക്കി കൊടുക്കുന്നത്. കുറച്ച് ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒട്ടി പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓരോ ഹോളുകളിലും നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. ഒരു 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്ന ടൈമിൽ പിന്നെ അതിൻ്റെ മുകളിലത്തെ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴായാലും നമ്മളിത് ചെയ്യുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഈ തട്ടുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെല്ലെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളൊക്കെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ചെറിയ ഇഡ്ഡലി ചുടാൻ പറ്റിയതാണ് കേട്ടോ ഈ തട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണ ഇഡ്ഡലി കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇതിൽ ഞാൻ ആവശ്യത്തിന് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല ആവിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതുപോലെ പിന്നെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മളത് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയാക്കി കൊടുത്താൽ ഇതുപോലെയാണ് നമുക്ക് പെട്ടെന്ന് അതിന് അത് വിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുരണ്ടി അത് എടുക്കുമ്പോൾ ഇതിൻ്റെ ആ പെർഫെക്ഷനൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പം നല്ല പൂ പോലുള്ള ഇഡ്ഡലി കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഇഡ്ഡലിൻ്റെ ഈ തട്ടിൽ പിന്നെ 6 തട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒന്നിൽ 4 വെച്ചിട്ട് ചെറുതാണ്, ഒരു 24 നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാം. അതാ കണ്ടോ, പെട്ടെന്നാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ഞങ്ങൾ കൂടുതലും ദോശ തന്നെയാണ് ചുടൽ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് ഇഡ്ഡലി ആയിക്കോട്ടെ. ഇഡ്ഡലിയും ഇതിക്കൊരു ചട്ടിനി ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിക്കണം കണ്ടോ. നല്ല പൂ പോലുള്ള ഇഡ്ഡലി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ. ടേസ്റ്റും അങ്ങനെ തന്നെ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് സാമ്പാറും ചട്ടിനിയൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.